ശരിയാവില്ലേ ശബരി? സ്വന്തം നിലനിൽപ്പ് നോക്കാതെ മറ്റുള്ളവർക്ക് കയറി വരാൻ ഒരു അവസരം കൊടുത്താ നിന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നീ അറിയില്ല. എന്റെ നിലനിൽപ്പ് ഞാൻ ഉണ്ടാക്കുന്നത് ചേച്ചി. മറ്റൊരാളുടെ വിജയം എന്റെ പരാജയമായിട്ട് ഞാൻ കാണാറില്ല. ബിസിനസ്സിൽ മത്സരം ഉണ്ടാവണം. മാർക്കറ്റിൽ ഇറങ്ങുന്ന ബ്രാൻഡുകളുടെ ക്വാളിറ്റി കൂടുന്നത് അപ്പോഴാ. പിന്നെ രഘുവേട്ടനായതുകൊണ്ട് മനഃപൂർവ്വം നമ്മുടെ ഓർഡർ തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തില്ല. അങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട ശബരേട്ട. ഒരു മത്സരത്തിനിറങ്ങിയ ആരും അവനവന്റെ വിജയം മാത്രമേ നോക്കൂ. അവന് കഴിവുണ്ടെങ്കിൽ അവൻ മത്സരിച്ച് ജയിക്കട്ടെ ദേ. അല്ലെങ്കിലും അവൻ നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ? രഘുവേട്ടൻ കഷ്ടപ്പെട്ട് ജയിച്ച അതിന്റെ ലാഭവും നേട്ടവും ഒക്കെ ദാസങ്ങളിലല്ലേ അച്ഛാ? രഘുവേട്ടന്റെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. ദാസങ്ങള് നല്ലൊരു ബിസിനസ്സുകാരന്. അദ്ദേഹം രഘുവേട്ടനെ ഉപയോഗിച്ച് കാശുണ്ടാക്കാൻ നോക്കുന്ന ഒരു സംരംഭമായിട്ടാ ഞാനിതിനെ കാണുന്നത്. അങ്ങനെയൊന്നും അല്ല അച്ഛാ. പണ്ട് അനുചേച്ചിക്ക് വേണ്ടി ഇന്ദ്രേട്ടന് ബിസിനസ് തുടങ്ങാൻ പണം നൽകിയ അതേ മനസ്സോടെ തന്നെയാ ദാസങ്ങള് രഘുവേട്ടനെ സഹായിക്കുന്നത്. അക്കാര്യത്തില് രഘുവേട്ടനും അമ്പിളിച്ചേച്ചിക്കും ഒക്കെ ദാസങ്ങളിന് വിശ്വാസമാണ്. പിന്നെ എന്തിനതേ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അതെ, ഞാൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ല പറയുന്നേ. അതിന് ശബരേട്ടന് താമസിയാതെ മനസ്സിലായിക്കോളൂ. ആ ശബരി, രഘു വിളിച്ചല്ലോ അല്ലേ? കച്ചവടം അങ്ങ് ഫിക്സായി. രജിസ്ട്രേഷൻ ഉടനെ ഉണ്ടാവും. ശബരി എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ആത്മാർത്ഥമായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ധനേട്ടനെ ഏൽപ്പിച്ചതേ അവർക്കിടയിൽ ബ്രോക്കറായിട്ടല്ല, രഘുവേട്ടൻ ഒരു സഹായം എന്ന നിലയില്ല. എന്റെ അളിയനെ ഞാൻ കമ്മീഷൻ ഏജന്റ് ആക്കിയെന്ന് നാളെ അവരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. ഞാനതിന് രഘുവിനോട് കമ്മീഷൻ ഒന്നും ചോദിച്ചില്ലല്ലോ ശബരി. ദാസാർ എന്നോട് ഇങ്ങോട്ടാ പറഞ്ഞത്, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിന്നെ കണ്ടോളാൻ തന്നാന്ന്. ഓ, അത് അവരുടെ മര്യാദ. അവരെന്ത് തന്നാലും അത് വാങ്ങിക്കാതിരിക്കാന്നുള്ളത് ധനേട്ടന്റെ മര്യാദ.